ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതഃ യസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീതയും ഉത്തരഗീതയും തമ്മിലുള്ള താരതമ്യ പഠനത്തിൽ 15-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ചിന്തിച്ചത്. ലോകത്തിൽ ചരാക്ഷര പുരുഷന്മാരുണ്ട്. നമ്മുടെ ശരീരത്തെ തന്നെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ശരീരം, പ്രത്യക്ഷമുള്ള ഈ ശരീരം അക്ഷരമാണ്, അതായത് നശിക്കുന്നതാണ്, അപരാശക്തിയാണ്, ഗുരുവായൂരപ്പൻ്റെ അപരാശക്തി കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനെ പോലും നിലനിർത്തുന്നത് അക്ഷരപുരുഷനായിരിക്കുന്ന ജീവനാണ്. അതുകൊണ്ട് കൂടസ്ഥൻ എന്ന പേരിലാണ് അക്ഷരപുരുഷൻ ശരീരത്തിൽ കൂടസ്ഥനായിട്ടിരിക്കുന്നത്. അപ്പൊ അക്ഷരപുരുഷന്മാരുടെ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ നാശത്തോടെ നശിക്കുമെന്നും അക്ഷരപുരുഷൻ ജീവികൾ നശിച്ചാലും ഈ ശരീരം നശിച്ചാലും നാശരഹിതമായിട്ട് നിൽക്കുന്നവനുമാകും. അതിനെയാണ് കൂടസ്ഥൻ എന്ന വാക്കിന് രഹസ്യമായിട്ട് അവ്യക്തമായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം. അതാണ് അക്ഷരപുരുഷൻ. ജീവൻ നമ്മുടെ ശരീരം ബാക്കിയുള്ള അംഗപ്രത്യംഗങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആന്തരിക അവയവങ്ങളെ വരെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇതേ അന്തർയാമിയായിട്ടിരിക്കുന്ന ഈശ്വരനാകുന്ന ജീവനെ ഒരിക്കലും നമുക്ക് ഗോപനീയമാണ്, രഹസ്യമാണ്. അതിനെ ഒരിക്കലും കണ്ടുപിടിക്കാനും സാധ്യമല്ല. എന്നാൽ അതില്ല എന്ന് പറയാനും സാധിക്കുമോ? അതുകൊണ്ട് ഉത്തമ പുരുഷനെ, ഈ നമ്മുടെ തന്നെ ശരീരത്തിൽ നശിക്കുന്നതായ ശരീരത്തിൽ നശിക്കാത്തതായിട്ടുള്ള അക്ഷരപുരുഷൻ ജീവനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ജീവനെയും ഈ ശരീരത്തെയും രണ്ട് ഭാവത്തിൽ പ്രകടമാക്കുന്നത് ഉത്തമ പുരുഷനാണ്. അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തമ പുരുഷ സന്യ പരമാത്മാവ് ഉദാഹൃതകയോ ലോകത്രയം ആവശ്യ വിവർത്തിയം അവയമീശ്വര. അതുകൊണ്ട് 15-ാം അധ്യായത്തിൽ ആ ഉത്തമ പുരുഷൻ എന്ന് പ്രകീർത്തിക്കുന്നത് ഈ ചരാക്ഷര പുരുഷന്മാർക്ക് ഉപരിയായിട്ട് വർത്തിക്കുന്ന ഏതൊരു ശക്തിയാണോ അതിൻ്റെ തന്നെ ഭാവമാണ് ജീവാത്മാവായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുകളിൽ പറഞ്ഞ രണ്ട് പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് മറ്റൊരു പരമപുരുഷനുണ്ട്. നാശരഹിതമായ അദ്ദേഹം മറ്റ് രണ്ട് പുരുഷന്മാരുടെയും അന്തർയാമിയും സർവവ്യാപിയും സർവശക്തനായിട്ടും അവയവരഹിതനായിട്ടും അവ്യക്തമായിട്ടും അചിന്തനീയമായിട്ടും സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം ഈ മൂന്ന് ലോകങ്ങളെയും ഒരേപോലെ ഹൃദയത്തിൽ രഹസ്യനായിട്ട് നിന്നുകൊണ്ട് സർവവ്യാപിയായിട്ടും അണു തുല്യമായിട്ട് വർത്തിക്കുന്നവനുമാണ്. അതുതന്നെയാണ് മഹേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തമ പുരുഷനായിരിക്കുന്ന അദ്ദേഹത്തെ പരമാത്മാവ് എന്നറിയപ്പെടുന്നു. കൂടസ്ഥനായിരിക്കുന്ന മൂലപ്രകൃതിയെയും പരമാത്മാവിനെയും സകല ഭാവമായതിനാൽ യഥാർത്ഥ കൂടസ്ഥനും അക്ഷരപുരുഷനും ഉത്തമ പുരുഷനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാകും. അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ഈ രണ്ട് ഭാവം പ്രകടമായിരിക്കുന്നത്. ഒന്ന് ജീവാത്മാവായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ നാഥനായിട്ട് വർത്തിക്കുന്നതും ശരീരമായിട്ട് വർത്തിക്കുന്നതും ഈ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന നിർഗുണഭാവത്തിൽ വർത്തിക്കുന്ന ബ്രഹ്മമായിട്ടും ഇല്ലേ പരമാത്മാവായിട്ടും ഈശ്വരനായിട്ടും ഒക്കെ നമുക്ക് കാണാം. അതിനെയാണ് ഉത്തമ പുരുഷന് ഒരിക്കലും നാശമില്ലാതെ നിൽക്കുന്നത്. ഈ ജീവാത്മാക്കൾ അനേകങ്ങളുണ്ട്. അത് ഒന്നിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് അനേക ജീവാത്മാക്കളായിട്ട് അനേക ശരീരങ്ങളായിട്ട് 84 ലക്ഷത്തോളം ജീവജാലങ്ങളുടെ വെറൈറ്റീസിൽ അനേകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് ചരങ്ങളും അചരങ്ങളായിട്ട് തൂണിലും തുരുമ്പിലും അണുരൂപേണ വർത്തിക്കുന്നവനാണ് ഈ പരമപുരുഷൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് യസ്മാക്ഷരോ അതീതോഹം അക്ഷരാദി അഭിചോത്തമ അതോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമ എന്ന് ഭഗവാൻ 15-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിത്യമുക്തനായിരിക്കുന്ന പരമാത്മാവ് ഞാൻ ജീവികളിൽ ചേതനാത്മാവായി ആത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ജീവാത്മാവായിരിക്കുന്ന അക്ഷരപുരുഷനേക്കാളും മാത്രമല്ല നാശരഹിതമായ അക്ഷരപുരുഷത്വമുള്ള മൂലപ്രകൃതിയേക്കാളും ശ്രേഷ്ഠനാകും. അതുകൊണ്ട് ലോകർക്ക് ഇടയിലും വേദങ്ങളിലും ഞാൻ പുരുഷോത്തമനാണെന്ന് പ്രസിദ്ധനായിരിക്കുന്നു, ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അതായത് പരാപ്രകൃതിയേക്കാളും ശ്രേഷ്ഠനായതിനാൽ പരമാത്മാവിനെ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു. അതായത് ഒന്നിൽ നിന്നാണ് രണ്ടാകുന്നതും അതിൽ നിന്ന് അനേകങ്ങളായിട്ട് മാറുന്നതും
അപ്പോൾ അക്ഷര പുരുഷന്മാരെ ഇത്തരത്തിൽ വിവേചനം ചെയ്ത് വൈരുദ്ധ്യാത്മീയ ഭാവത്തിൽ പ്രകടമാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഏകമായിരിക്കുന്ന വസ്തുവാണ്. അതാണ് വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്നതും വിശ്വം എന്ന പേരിൽ അറിയപ്പെടുന്നതും അനേക നാമങ്ങളെ പ്രതീകപ്പെടുന്നത്. അതിൽ നിന്നാണ് വ്യത്യസ്തമായിരിക്കുന്ന ജീവാത്മാക്കളും പ്രാണികളും ഒക്കെ പ്രകടമാകുന്നത്. അതുകൊണ്ട് ആ പുരുഷോത്തമനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭജിക്കേണ്ടത്. അതുകൊണ്ട് നിത്യമുക്തനായിരിക്കുന്ന പരമാത്മാവ് ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കി തരുന്നത് എന്താണോ എല്ലാ ജീവാത്മാക്കളെയും ഞാൻ എന്ന ഭാവം ഉണ്ടാക്കി തരുന്നത് അത് തന്നെയാണ് സത്വശുദ്ധ ബോധം എന്ന് പറയുന്നത്. അതുതന്നെയാണ് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മവും. അതിൽ ഉറയ്ക്കണം. അതാണ് പ്രശ്നം. യോ മാമേവ സംമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. മൂഢനല്ലാത്ത മനുഷ്യൻ മുൻ പറയപ്പെട്ടതുപോലെ സർവവ്യാപിയും സർവശക്തനും അന്തര്യാമിയും അവയരവിഹിതനും രൂപരഹിതനും സർവജ്ഞനും നാശരഹിതനുമായിരിക്കുന്ന എന്നെ പരമാത്മാവായിരിക്കുന്ന ആ പുരുഷോത്തമനായിട്ട് അറിയുന്നു. അവൻ സർവപ്രകാരത്തിലും എന്നെ തന്നെ ഭജിക്കുന്നു. അവൻ സർവയജ്ഞത്തിനും നാശരഹിതനുമായി തീരുന്നു. ഉത്തരഗീത 1-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം ഭഗവത്ഗീത 12-ാം അധ്യായത്തിലെ 13 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാകുന്നു. അതുകൊണ്ട് പ്രസ്തുത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. അതായത് 13 മുതൽ 12-ാം അധ്യായത്തിലെ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ. അതുകൊണ്ട് മൂഢത്വമില്ലാത്ത, അതായത് അല്പമെങ്കിലും അറിവ് ലഭിച്ച മനുഷ്യൻ മുൻപ് പറയപ്പെട്ടതുപോലെ എല്ലാ ഭാവത്തിലും ഭഗവാനെ ഭജിക്കുന്നവനായിട്ട് മാറും. ആ സർവശക്തനും അന്തര്യാമിയും ലോകമഹേശ്വരനുമായിരിക്കുന്ന അദൃശ്യരൂപനും അവയവരഹിതനുമായിരിക്കുന്ന ആ ഭഗവാനെ, നാശരഹിതമായ ആ ഭഗവാനെ പരമാത്മാവായ പുരുഷോത്തമനായിട്ട് അറിഞ്ഞുകൊണ്ട് എല്ലാ പ്രകാരത്തിലും ഭഗവാനെ ഭജിക്കുന്നവനായിട്ട് മാറും. ഇതാണ് ശരണാഗതി ഭക്തിയോഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാവത്തിൽ തന്നെ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭക്തിയോഗത്തിൽ എത്തിയാൽ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥാനത്ത് എത്താൻ സാധിക്കും. അതിന് ഉപോത്പലമായിട്ടാണ് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഉത്തരഗീതയിൽ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഭിന്നേ പഞ്ചാത്മകേ ദേഹേ ഗതേ പഞ്ചസ്സു പഞ്ചത പ്രാണൈർ മുക്തേ ദേഹേതു ധർമാധർമ്മൗജ ഗച്ഛത. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, പഞ്ചഭൂതാത്മകമായ ദേഹം നശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം ആ ദേഹത്തിൽ നിന്ന് വിട്ട് അവയുടെ മൂല്യമായ സമഷ്ടിഭൂതങ്ങളിലേക്ക് ലയിക്കുമല്ലോ. അപ്പോൾ പഞ്ചപ്രാണങ്ങളും അവയുടെ ഉപപ്രാണങ്ങളും ദേഹം വിട്ട് സമഷ്ടിപ്രാണനായിരിക്കുന്ന വിശ്വപ്രാണനിൽ ലയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേഹം നശിക്കുമ്പോൾ ആ ദേഹത്തോടും പ്രാണനോടും ഒപ്പം ബന്ധിച്ചു നിന്നിരിക്കുന്ന പുണ്യപാപങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അതായത് ഉത്തരഗീത 1-ാം അധ്യായത്തിൽ 41-ാം ശ്ലോകം ഭഗവത്ഗീത 12-ാം അധ്യായത്തിലെ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാകും. അതുകൊണ്ട് പ്രസ്തുത ശ്ലോകങ്ങളിലേക്ക് ഇനി നമുക്ക് കിടക്കാം. അപ്പം അതിനുത്തരമായിട്ട് ഭഗവാൻ 2 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ധർമാധർമ്മവും മനസ്കച്ച പഞ്ചഭൂതാനി യാനിജ ഇന്ദ്രിയാണീജ പഞ്ചൈവ യാസന്യ പഞ്ചദേവത താശ്ചൈവ മനസാ സർവേ നിത്യമേവ അഭിമാനത ജീവേന സഹഗച്ഛന്തി യാവൽ തത്വം ന വിന്ദതി എന്ന് ഉത്തരം പറഞ്ഞു. ധർമാധർമ്മങ്ങളെല്ലാം മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അവയുടെ എല്ലാം അധിഷ്ഠാന ദേവതകളും ഇവയെല്ലാം തന്നെയും മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമാധിയിലൂടെ മനസ്സ് കേവല ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ അതോടെ ഇവകളെല്ലാം നിശേഷം നശിക്കുന്നതാണ്. അപ്പോൾ ധർമാധർമ്മങ്ങൾ കത്തിത്തീർന്ന് കർപ്പൂരം പോലെയായി അവശേഷിച്ച് ഒന്നുമില്ലാതെ നശിച്ചു പോകുന്നു. മനസ്സ് സമാധിയിലൂടെ കേവല ബ്രഹ്മത്തിൽ ലയിക്കാതെ മരണത്തിലൂടെ ദേഹം നശിക്കുന്ന അവസ്ഥയാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ പുനർജന്മത്തിലൂടെ ജീവനും ധർമാധർമ്മങ്ങളും മനസ്സുമെല്ലാം ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരവും മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ശരീരം വിട്ടുപോകുന്ന സമയത്ത് ഈ പുണ്യപാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നിട്ടാണ് ആ പുണ്യപാപങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അനുഭവിക്കാൻ തക്കമണ്ണുള്ള ശരീരത്തിലേക്ക് ജീവനെ കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി പ്രവേശിപ്പിക്കും.
അപ്പോൾ വീണ്ടും എന്ന് വരെ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുന്നില്ലയോ അന്ന് വരെ അത് ബാക്കിയുണ്ടാവും. അത് ക്യാരി ഫോർവേഡ് ചെയ്യും, അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ആ 41-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. അതെല്ലാം എപ്പോൾ ലയിച്ചു പോകുന്നോ അപ്പോൾ ഭക്തിയുടെ പരമമായ ഗതി, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് എപ്പോൾ മാറുമോ, ഈ പുണ്യപാപങ്ങൾ ഇല്ലാതെ വരുന്ന ജീവാത്മാവാണ് അല്ലെങ്കിൽ ഒരു ഭക്തനാണ് എപ്രകാരം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാകും എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഭഗവാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ആ സർവഭാവത്തിലും എല്ലാ ഭാവത്തിലും ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ശരണാഗതി ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭക്തി ഉണ്ടായ കഴിഞ്ഞാൽ ഈ പുണ്യപാപങ്ങളൊക്കെ നശിച്ചു കഴിയുമ്പോഴേ, പാപരാഹിത്യം വരുമ്പോഴേ ഈ ഒരു അവസ്ഥ ഉണ്ടാവും. പുണ്യം ഉണ്ടാകാൻ പാടില്ല. പുണ്യം ഉണ്ടായാൽ ഇഷ്ടഭോഗങ്ങൾ കിട്ടും, അതിനനുസരിച്ച് സുഖം അനുഭവിക്കേണ്ടി വരും. പാപം അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോഴാണ് സത്യശുദ്ധ ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നിഷ്കളങ്കമായ, അല്ലെങ്കിൽ കറ കളഞ്ഞ ഭക്തിയിലേക്ക് വരിക, അചഞ്ചലമായ ഭക്തിയിലേക്ക് വരണമെങ്കിൽ പുണ്യം ഉണ്ടാകാൻ പാടില്ല, പാപം ഉണ്ടാകാൻ പാടില്ല. അതെപ്പോൾ നശിക്കുന്നോ അപ്പോൾ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറും. ഭക്തന്റെ ലക്ഷണം എന്താണെന്നൊക്കെ ഭഗവാൻ ഭക്തിയോഗത്തിൽ ഗീതയിൽ തന്നെ 13-ാമത്തെ ശ്ലോകം, അതായത് 20 ശ്ലോകങ്ങളേ ഉള്ളൂ അതില് ഭക്തിയോഗത്തില്. അതിൽ 13 ശ്ലോകം തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങൾ ആ ഭക്തന്റെ ലക്ഷണമാണ് പറയുന്നത്. ആ പ്രസ്തുത ലോകങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കറകളഞ്ഞ ഭക്തനാണോ ഇല്ലയോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ഉത്തരഗീതയിൽ 41-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ചു, ഈ ശരീരം പ്രകൃതിയിലേക്ക്, ശരീരതത്വങ്ങളും പ്രത്യക്ഷത്തിലുള്ള ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നു, പ്രകൃതിയിലെ ഏതാതോ തത്വങ്ങളിലേക്ക് ലയിക്കുന്നു പറഞ്ഞു. ജീവനാണെങ്കിലോ, ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു പറഞ്ഞു. അതിൽ പുണ്യപാപങ്ങൾ എവിടെ പോയി ചേരും, എങ്ങനെ, എന്തിൽ ലയിക്കും എന്നാണ് ചോദ്യം. അപ്പം എന്ന് വരെ നമ്മൾ കറകളഞ്ഞ ഭക്തി, അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ബലമനുസരിച്ചു കൊണ്ട് വീണ്ടും അത് സൂക്ഷ്മ ശരീരത്തിൽ തൽക്കാലത്തേക്ക് നിന്നാലും വീണ്ടും സ്ഥൂല ശരീരത്തിലേക്ക് പോകും. അപ്പോൾ സ്ഥൂല ശരീരം കിട്ടുമ്പോൾ ഈ പുണ്യപാപങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നിട്ട് ജീവനെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും അതിൻ്റെ കൂടെ ഉണ്ടാവും അർത്ഥം. അതാണ് ജന്മവാസന നമ്മുടെ സ്വഭാവമായിട്ട് വരിക. അതനുസരിച്ചുകൊണ്ട് ആ പുണ്യഭാവങ്ങളൊക്കെ ഈ ജന്മത്തിൽ, പൂർവ്വജന്മത്തിൽ ചെയ്ത് ഈ ജന്മത്തെ അനുഭവിക്കാൻ വരും. അത് ശുദ്ധമായാലോ, അത് പൂർണ്ണമായിട്ട് പുണ്യവും പാപവും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തുമ്പോൾ, പാപരാഹിത്യം വരുമ്പോൾ ഇല്ലെങ്കിൽ പുണ്യരാഹിത്യം വരുമ്പോഴാണ് ശരിക്കും കറകളഞ്ഞ ഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടാകും. അചഞ്ചലമായ ഭക്തി ഉണ്ടായാൽ അത്തരത്തിലുള്ള ഭക്തന്റെ ലക്ഷണം എന്താണ് എന്ന് ഭഗവാൻ പറയുന്നത്, നമുക്ക് എപ്പോഴാണോ നമുക്ക് ഈ ഭാവം കൈവരുന്നത് അപ്പോൾ നമ്മൾ കറകളഞ്ഞ ഭക്തനാണെന്ന് മനസ്സിലാക്കും. അതാണ് ഇതിനെ ശരിക്കും വിശകലനം ചെയ്ത് അവരവർ തന്നെ സ്വാധ്യാനം ചെയ്യണം. എനിക്ക് ഈ പറയുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാകാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു. ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ സുഖക്ഷമി. ഒരു ജീവികളോടും ദോഷമില്ലാത്തവനായിട്ടും ദേക്ഷിക്കാത്തവനും എല്ലാ ജീവികളോടും മിത്രഭാവവും കാരുണ്യവും ഉള്ളവനായിരിക്കണം. ഉള്ളവൻ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാത്തവനായിരിക്കും. സുഖദുഃഖങ്ങളിൽ സമഭാവനയുള്ളവനായിരിക്കും. ക്ഷമാശീലനായിരിക്കും. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഈ പറയുന്ന ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമ്മൾ കറകളഞ്ഞ ഭക്തനാണോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. നമ്മൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാണോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്. ബാക്കിയുള്ളവരെയൊക്കെ പ്രീതിപ്പെടുത്തിയാലും എപ്പോഴാണ് അപ്രീതി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെ, ഭൗതികമായിട്ടുള്ള ഇഷ്ടഭോഗങ്ങളെ കൊടുത്താൽ അവരൊക്കെ പ്രീതിപ്പെടും. എപ്പോഴാണോ ഇഷ്ടഭോഗങ്ങൾ നമ്മൾ കൊടുക്കൽ നിർത്തിയാൽ നമ്മളോടുള്ള ഇഷ്ടം നിന്നുപോകും. ഇതാണ് പ്രത്യക്ഷ പ്രകടന ഭക്തിയുടെ. നമ്മുടെ കുടുംബത്തിലായാലും വേണ്ട, പുറത്തായാലും വേണ്ട, നമ്മളോട് ഇഷ്ടം കൂടി നിൽക്കണോ ബാക്കിയുള്ളവരെ,
അവരിച്ഛിക്കുന്ന കാര്യമൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. ഇഷ്ടമില്ലാത്ത വാക്ക് വീണാൽ മതി, ഇഷ്ടമൊക്കെ അപ്രസക്തമാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്രസക്തമായിപ്പോൾ 100 കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യം ഇഷ്ടം അനുസരിച്ച് പറയാതിരിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ ഇതുവരെ ചെയ്ത ഇഷ്ടങ്ങളോടുകൂടി ചെയ്ത കാര്യങ്ങളൊക്കെ അപ്രസക്തമായി തീരും, ശത്രുവായി തീരും. അപ്പം അതുകൊണ്ട് എല്ലാ ജീവികളോടും ശത്രുമിത്രത ഇല്ലാതെ അവരിലും ദോഷം കണ്ടെത്താൻ ശ്രമിക്കാതെ ആരെയും കുറ്റം പറയാതെ എല്ലാ ജീവികളോടും മിത്രഭാവത്തിൽ കാരുണ്യത്തോടും ദയയോടും കൂടി കഴിയുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവൻ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാത്തവനായിരിക്കണം. സുഖദുഃഖങ്ങളിൽ സിദ്ധ്യസിദ്ധ്യോ സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും എപ്പോഴും പ്രസന്നചിത്തനായിരിക്കുന്ന, അതിനെ സമഭാവനയിൽ വീക്ഷിക്കുന്നവനും ക്ഷമാശീലനുമാണെങ്കിൽ അവൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയം അയ്യർപ്പിത മനോബുദ്ധിയോ മദ്ഭക്ത സമയപ്രിയക. പിന്നെ 12-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകത്തിൽ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറയുന്നു, അപ്രകാരമുള്ള യോഗി സദാസമയം സന്തോഷമുള്ളവനും എന്നോട് ചേരുവാൻ ഇച്ഛിക്കുന്നവനുമായിരിക്കും. അവൻ ദൃഢനിശ്ചയത്തോടുകൂടി ആത്മസംയമനം ചെയ്യുന്നവനുമായിരിക്കും. അവൻ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ തന്നെ അർപ്പിച്ചിരിക്കുന്നതിനാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. അവൻ തന്നെയാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഭക്തനാണോ ഇല്ലയോ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടിരിക്കുന്നു വിലയിരുത്താൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ലക്ഷണം എന്താ? പ്രിയപ്പെട്ട ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മാർഗദർശനം നൽകും, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പിന്നെ ഭഗവാനായിരിക്കും. പുണ്യപാപരാഹിത്യം വന്നവർക്കായിരിക്കും ഈ ഒരു യോഗ്യത, ഭഗവാന്റെ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നതും അത് ഭഗവാൻ ഇച്ഛിക്കുന്ന ഭാവത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും. അതാണ് അപ്രകാരമുള്ള യോഗി സദാസമയം സന്തുഷ്ടനായിരിക്കുകയോ ചെയ്യും. എന്തൊക്കെ സുഖദുഃഖങ്ങളോ പരിസരത്തോ ഇല്ലെങ്കിൽ മറ്റുള്ളവരിലോ കുടുംബത്തിലോ പുറത്തോ എന്തൊക്കെ സംഭവിച്ചാലും ഇവൻ എപ്പോഴും ഗുരുവായൂരപ്പൻ എപ്പോഴും പ്രസന്നചിത്തനാണല്ലോ. ആരെങ്കിലും സ്വർണ്ണക്കിരീടം കൊണ്ടുവച്ചാലും ഒരു തുളസിപ്പൂ ഭക്തിയോട് കൊണ്ടുവച്ചാലും ഭഗവാൻ ഒരേ ഭാവമുള്ളൂ. ഈ ഒരു സ്വർണ്ണക്കട്ട കണ്ടാലും വേണ്ടില്ല, മൺകട്ട കണ്ടാലും വേണ്ടില്ല, ഭഗവാനെ സംബന്ധിച്ച് ഒരേ ഭാവം. ഈ ഭാവം നമുക്കെപ്പോൾ കൈവരുന്നോ നമുക്ക് കറകളഞ്ഞ ഭക്തനാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നമുക്കും അങ്ങനെയാണല്ലോ. നമ്മൾ പറയുന്നത് കേട്ട് നടക്കുന്നവർ നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കാത്തതും മക്കളാണെങ്കിൽ 100 കാര്യം കേട്ടിട്ട് ഒരു കാര്യം കേൾക്കാതിരുന്നാൽ മതി, കിടക്കട പുറത്തെന്ന് പറയും അല്ലേ? ഭഗവാൻ ഈ സ്വഭാവമില്ല. ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിരുന്നാലും വേണ്ട, അവസാനം ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ക്ഷിപ്രം ഭവതി ധർമാത്മാന്നാണ് ഭഗവാൻ പറഞ്ഞേക്കണം. ഞാൻ അവനെ കൈപിടിച്ച് ഉയർത്തും. നമ്മുടെ സ്വഭാവമല്ല. അപ്പൊ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ കരണീയമായിട്ടുള്ള. അതിനാണ് ഈ ശരീരം കിട്ടിയേക്കുന്നത്. അല്ലാതെ ഈ ഭൗതിക ഭോഗസുഖങ്ങൾക്ക് പിന്നാലെ പോയാൽ അതൊന്നും ശാശ്വതമല്ല. കിട്ടിയതൊക്കെ നഷ്ടപ്പെടും, അപ്പോൾ ദുഃഖിക്കും. ഇഷ്ടഭോഗങ്ങൾ കിട്ടും, നഷ്ടപ്പെടും, നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കും. കിട്ടുമ്പോൾ കുറച്ചു കാലം വലിയ സന്തോഷം കൊണ്ട് അഹങ്കരിച്ചൊക്കെ നടക്കും. നഷ്ടപ്പെടുമ്പോഴോ പിന്നെ ഭഗവാനോട് ഒരു ഇത് തന്ന ആളോട് വരെ ദേഷ്യം വരും. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളിൽ സമഭാവന നിർത്തണം എന്ന് പറഞ്ഞത്. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗോച്ചത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്ന അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കറകളഞ്ഞ ഭക്തൻ ഞാനാണോ എന്ന് സ്വയം വിലയിരുത്തണം. ഈ ഒരു സ്ഥിതിയിൽ എത്തിയവനായിരിക്കും ശരിക്കും ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശക്തി. ഭഗവാൻ പറഞ്ഞ ഗീതാശാസ്ത്രം പോലും ശരിക്കും നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ അതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് പാപപുണ്യങ്ങളുടെ രാഹിത്യം വരുമ്പോഴാണ്. പാപമുണ്ടായാലും ഇത് വിവേചനം നമ്മൾ ചെയ്യും. അത് എന്താ പറഞ്ഞേ, ആ സങ്കല്പ വികല്പങ്ങളിലേക്ക് പോകും. അതിനാണ് അവൻ തന്നെയാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ. അപ്പൊ യഥാർത്ഥ ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തണം. അത് ഏതൊക്കെ ഗീത പഠിച്ചാലും വേണ്ടില്ല, ഈ പറയുന്ന ഗീതയെ ഭാഗവതം എന്ത് പഠിച്ചാലും വേണ്ടില്ല, ഉത്തമ ഭക്തനാകുമ്പോഴാണ് അവന് ഈ പറയുന്ന കൃപകൾ ലഭിക്കും. എന്ത് അഭ്യാസം കാണിച്ചാലും വേണ്ടില്ല. ഉത്തരഗീതയിൽ പറയുന്ന ശ്ലോകം ക്രിയോ എന്ത് ചെയ്താലും എത്ര വലിയ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചാലും വേണ്ടില്ല, എപ്പോഴാണോ നിങ്ങൾക്ക് യഥാർത്ഥ ഭക്തനായി മാറി ഭഗവാന്റെ കൃപ ലഭിക്കാതെ
ഈ ജീവൻ മുക്തി നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആത്യന്തികമായിട്ട് എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും വേണ്ടില്ല, ഈശ്വരന്റെ കൃപ, ഈശ്വരന്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറണം. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗീതയില് ഭക്തിയോഗത്തില് 13-ാമത്തെ ശ്ലോകം തൊട്ട് 20-ാമത്തെ ശ്ലോകം വരെ. ഇത് ശാസ്ത്ര പഠനം നടത്തിയിട്ട് സ്വാധ്യായനം ചെയ്ത് ഇത് പ്രാക്ടിക്കൽ ചെയ്ത് നമ്മൾ യഥാർത്ഥ ഭക്തരാകാം. ഈ അഭ്യാസം ഒന്നും ഉത്തരഗീതയോ ഇല്ലെങ്കിൽ ബാക്കി പറയുന്ന അഷ്ടാംഗയോഗമോ ഇതിലൊന്നും പ്രബലതയില്ല എന്നർത്ഥം. അത് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം മാത്രമാണ്. എപ്പോൾ ഈ കൃപ ലഭിക്കുന്നില്ലയോ അന്ന് വരെ മോക്ഷം പ്രാപ്തിയാണ്. എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് പിന്നെ അടുത്ത് പറയുന്നത് എന്താ? യസ്മാനോ ദിജതേ ലോകോ ലോകാനോ ദിജതേ ച ഹർഷാമർഷ ഭയദ്യോഗ മുക്തമായ സചമേ പ്രിയ. ആരിൽ നിന്നും ലോകത്തിന് അഥവാ ജനങ്ങൾക്ക് ഭയാശങ്കയാൽ ക്ഷോഭം ഉണ്ടാകുന്നില്ലയോ, അതേപോലെ തന്നെ അവന് ജനങ്ങളിൽ നിന്ന് ഭയവും ക്ഷോഭവും ഉണ്ടാകുന്നില്ലയോ, ആഹ്ലാദം, പ്രതികാരബുദ്ധി, ഭയം, മനഃചാഞ്ചല്യം ഇവ എല്ലാം നശിപ്പിച്ച അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതായത് മറ്റുള്ളവരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്താലും നമ്മൾ ഒരു തരത്തിലും ഡിസ്റ്റർബ്ഡ് ആകരുത്. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്, ആരെയും ഭയപ്പെടുത്തരുത്. അവരുടെ ഇഷ്ടം, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല മാർഗം എന്താ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ത്യജിച്ചേക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടാവും. നമ്മളെ ആര് സമീപിച്ചാലും അവരുടെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് നമ്മളെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടി, കരയുന്ന കുട്ടി അമ്മയെ തേടുന്ന പോലെ ആയിരിക്കും. ആരോടൊക്കെ എത്ര ഇഷ്ടം ഉണ്ടായാലും വേണ്ടില്ല, വാശി പിടിച്ച് കരയുന്ന കുട്ടി ആരായിരിക്കും അന്വേഷിക്കുക? അവസാനം അമ്മയായിരിക്കും അന്വേഷിക്കുക. കാരണം എന്താ? എത്ര സന്തോഷം ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ആരും എടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ കരയാൻ തുടങ്ങിയാൽ കൊണ്ട് കൊടുക്കുന്നത് ആരുടെ അടുത്തായിരിക്കും? അമ്മയുടെ അടുത്ത്. കരഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന കുട്ടി വിളിക്കുന്നതും അന്വേഷിച്ചു പോകുന്നതും ആരെയായിരിക്കും? അമ്മയായിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്നേഹത്തിന്റെ മാതൃക. കാരണം എന്താ? അമ്മയെ തേടിപ്പോകാൻ എന്താ കാരണം? അമ്മയുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ചിട്ട് ഈ ഒരു നിമിഷത്തേക്കാണെങ്കിൽ ഈ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കുക, ആ കുട്ടിയുടെ മുമ്പിൽ തോറ്റുകൊടുക്കാനുള്ള മനോഭാവം. ഒരു വാശിയും തൻ്റെ സ്വാർത്ഥതയൊക്കെ മാറ്റിവെച്ചിട്ട് അമ്മ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഭാവമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ആരിൽ നിന്നും അനുഭവിക്കേണ്ടി വരില്ല. അതായത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന മനോഭാവം ഉണ്ടാക്കുന്നവരെ എല്ലാവർക്കും ആവശ്യമായിട്ട് വരും. ഈശ്വരൻ അങ്ങനെയാണല്ലോ. എല്ലാവരും ആത്യന്തികമായിട്ട് ഈശ്വരനെ തന്നെ സമീപിക്കും. എത്ര നിരീശ്വരവാദിയായാലും വേണ്ടില്ല, അതനുസരിച്ച് അനുഭവം വന്നു കഴിയുമ്പോൾ അവസാനം ഭഗവാനെ തന്നെ വിളിക്കും. അതുപോലെ ദുഃഖം വരുമ്പോൾ തന്നെ വിളിക്കാൻ ഇടവരും. എന്തുകൊണ്ടാ? ശത്രുവായാലും മിത്രമായാലും നിഷേധിയായാലും നാസ്തികനായാലും ആസ്തികനായാലും വേണ്ടില്ല, അവസാനം ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചാൽ ഭഗവാൻ ക്ഷിപ്രം ഭവതി തന്മാത്മ. ഭഗവാൻ ഈ പറയുന്ന പണ്ട് നീ എന്നെ നിഷേധിച്ച് നടന്നവനല്ലേ എന്നുള്ള ചോദ്യമൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ആ ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. നമ്മളായിട്ട് മറ്റൊരാളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഇനി ആരെങ്കിലും നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചാലും നമ്മൾ ബുദ്ധിമുട്ടരുത്. അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാൽ മതി. നമുക്ക് കിട്ടാനുള്ള ആരെങ്കിലും ബുദ്ധിമുട്ട് ക്ലേശം ആരെങ്കിലും ചീത്ത പറഞ്ഞാലും വേണ്ട, ഇത് പഴയത് കിട്ടാനുള്ളത് കിട്ടിയാന്ന് വിചാരിച്ചാൽ മതി. തിരിച്ച് പ്രതികരിക്കാൻ പോയാൽ അത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാക്കുകൾ പോലും ഞാൻ പറയാറുണ്ട്. നമ്മൾ ഒരാളോട് ചീത്ത വാക്ക് ഉപയോഗിച്ചാൽ അത് തിരിച്ച് കേൾക്കാതെ കടം തീരുന്ന പ്രശ്നമില്ല. അപ്പൊ പിന്നെ പ്രവൃത്തിയുടെ കാര്യം പറയണോ? അപ്പൊ അകാരണമായിട്ട് ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തു എന്നിരിക്കാം, നമ്മളെ വേദനിപ്പിച്ചു എന്നിരിക്കാം. അതിൻ്റെ കാരണം നമുക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുക, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പഴയത് കിട്ടാനുള്ളത് കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി. അതനുസരിച്ചുകൊണ്ട് അതിന് പ്രതികാരം ചെയ്ത് അവരെ അസ്വസ്ഥരാക്കാനും ശ്രമിക്കരുത് എന്നുകൂടി. അങ്ങനെയുള്ളവർ ഈ ക്ഷോഭവും ഭയവും വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കുന്നവൻ ആരോ അവൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവനും
ഒരിക്കലും അവൻ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാതെ ഇരിക്കുന്നവനും മറ്റുള്ളവർക്ക് ഭയമോ മനസാഞ്ചല്യമോ ഉണ്ടാക്കാത്തവനുമായിരിക്കും. ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. പിന്നെ അനപേക്ഷ ശുചിദശ ഉദാസീനോ ഗതവ്യതക സർവാരംഭ പരിത്യാഗി ഗുണാതി യോ മദ്ഭക്ത സമയപ്രിയവ. ഒന്നിലും ഒരപേക്ഷയില്ലാത്തവൻ, അതായത് യാദൃശ്യമായിട്ട് സമീപത്ത് എത്തിയിരിക്കുന്ന പദാർത്ഥങ്ങളിൽ കൂടിയും പ്രത്യേകം ആഗ്രഹം ജനിക്കാത്തവൻ, ശുചിത്വമുള്ളവനും സമർത്ഥനുമായവൻ, ഉദാസീനനെ പോലെ വർത്തിക്കുന്നവനും, അതായത് ഭൗതിക പ്രവർത്തനങ്ങളിൽ വലിയ ഈ ഭൗതികമായിട്ടുള്ള എല്ലാവരും ഭൗതികമായ കാര്യങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടിയിട്ട് ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥ ഭക്തന് ഇതിലൊന്നും വ്യതിചലിക്കാതെ ഇതിൻ്റെ ഒന്നും ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്തിയിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടിയിരിക്കുന്നവനായിരിക്കും ഭൗതിക പ്രവർത്തനങ്ങളിൽ ജാഗ്രതയില്ലാത്തവൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വ്യാകുലതകളില്ലാത്തവൻ, സ്വച്ഛയാ ഒരു പ്രവർത്തനത്തിനും മുൻകൈ എടുക്കാത്തവൻ, ഇപ്രകാരമുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകും. സ്വച്ഛ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യത്താൽ തൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുൻകൈ എടുക്കാത്തവനായിരിക്കും. ഇപ്രകാരമുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അപ്പം അതുകൊണ്ട് ഒന്നിനും അപേക്ഷയും, അതായത് യാദൃശ്യമായിട്ട് സമീപത്ത് എത്തിച്ചിരുന്നതൊക്കെ തുല്യമായിട്ട് കാണാൻ സാധിക്കണം. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ. എന്നാൽ എപ്പോഴും ശരീരശുദ്ധിയും പരിസരശുദ്ധിയും ഉള്ളവനായിരിക്കണം. സമർത്ഥതയോടുകൂടി കർമ്മകുശലതയോടുകൂടി ഏതു കാര്യവും ചെയ്യുന്നവനായിരിക്കണം. ഭൗതിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആരംഭശൂരത്വം കാണിക്കാത്തവനായത് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കടിഞ്ഞാണിടണം എന്നർത്ഥം. ലിമിറ്റ് കൂടുതൽ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ഭക്തിഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരും. അപ്പം സ്വച്ഛയാ ഒരു പ്രവർത്തനത്തിന് മുൻകൈ എടുക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനായി തീരണം. തൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാർത്ഥതയായിരിക്കും. തന്നെ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വാർത്ഥതയാണ് മുൻനിർത്തി അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകുടുംബം അല്ലെ കുടുംബം പോലും ഉണ്ടാകുന്നത്. ആത്യന്തികമായിട്ട് ചിന്തിച്ചാൽ നമ്മളെല്ലാം സ്വാർത്ഥ താല്പര്യരാണ്. എല്ലാവരും കൂടിക്കൂടി ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ആത്യന്തികമായിട്ട് ചിന്തിച്ചാൽ അവരവരുടെ സ്വാർത്ഥത സാധിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് സ്വേച്ഛയ ഒരു പ്രവർത്തനത്തിലും മുൻകൈ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് വിശാല ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും നമ്മൾ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാർത്ഥ താല്പര്യത്തെ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് കൂടി സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അത് ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്കും കൂടെ കുറച്ച് സുഖം കിട്ടിക്കോട്ടെ എന്നുള്ള താല്പര്യത ഉണ്ടായിരിക്കണം. അതാണ് വിശാല ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്രകാരമുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ ആ സമയപ്രിയ. അധ്യായം 12 അധ്യായം ഭക്തിയോഗത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു. 17 ശ്ലോകത്തിൽ പറയുന്നു, പ്രത്യേകമായിട്ട് ഒന്നിലും സന്തോഷമോ വെറുപ്പോ തോന്നാതിരിക്കുക, ഇഷ്ടപ്പെട്ട വസ്തു കൈവിട്ടു പോയാലോ അഥവാ ഇഷ്ടജനത്തിന്റെ മരണത്തിലോ ദുഃഖിക്കാതിരിക്കുക, ലഭ്യമല്ലാത്ത ഒരു വസ്തു വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, ശുഭാശുഭ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതാകുക. ഇപ്രകാരമുള്ള അവസ്ഥയിൽ എത്തിയ യോഗി എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അതായത് സിദ്ധ്യസിദ്ധ്യോ സമഭൂത, ഇഷ്ടാനിഷ്ട പ്രാപ്തിയിൽ വ്യതിചലിക്കാതിരിക്കുക, പ്രത്യേകമായിട്ട് ഒന്നിലും കിട്ടുമ്പോഴോ സന്തോഷമോ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ വെറുപ്പോ അനിഷ്ടമോ ദുഃഖമോ ഉണ്ടാകാതിരിക്കുക, ഇഷ്ടപ്പെട്ട വസ്തു കൈവിട്ടു പോയാൽ ദുഃഖിക്കാതിരിക്കുക, ഇഷ്ടജനത്തിന്റെ മരണത്തിലോ ഇല്ലെങ്കിൽ അവരുടെ വേർപാടിലോ ദുഃഖിക്കാതിരിക്കുക, ലഭ്യമല്ലാത്ത ഒരു വസ്തു വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഇതാണ് വ്യാമോഹം. നമുക്ക് അർഹതയില്ലാത്ത വസ്തുവിനെ പറ്റി ആഗ്രഹിച്ചിരിക്കുന്നതാണ് വ്യർത്ഥമായ മോഹങ്ങൾ. നമുക്ക് തന്നെ അറിയാം ഇത് ഈ ജന്മത്തിലൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. എന്നാലും അത് ദിവാസ്വപ്നത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പം നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ആഗ്രഹിക്കാതിരിക്കുക.
പിന്നെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നല്ലതോ ചീത്തയോ മുൻവിധിയോടുകൂടി ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. എക്സൈറ്റ്മെന്റ് ഉണ്ടാകാതിരിക്കുക. അതായത് എന്തൊക്കെ ഇനി നാളെ എന്തൊക്കെ ആകും എന്നുള്ള വ്യാകുലതയുണ്ടല്ലോ, അതില്ലാതിരിക്കണം എന്നാണ് പറയുന്നത്. നല്ലതായാലും ചീത്തയായാലും കുഴപ്പമില്ല. നമ്മളിപ്പം സുഖദുഃഖങ്ങളിൽ ജീവിതം തന്നെ മനുഷ്യജന്മം എടുത്ത് വന്നിരിക്കുന്നത് തന്നെ ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും അതിനെയൊന്നും മുൻവിധിയോടെ സമീപിക്കരുത്. നമുക്ക് എപ്പോഴും സുഖം ലഭിക്കുമെന്നും പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. ഇപ്രകാരമുള്ള അവസ്ഥയിലെത്തിയ യോഗി എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ പറയുന്നത് 18ാമത്തെ ശ്ലോകം, 18ഉം 19ഉം ഭഗവാൻ ഒന്നിച്ച് തന്നെയാണ് പറയുന്നത്. സമം ശത്രൗച മിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സുധീർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരക. ഭക്തിമാനായ ഇപ്രകാരമുള്ള മനുഷ്യൻ എനിക്ക് അത്യന്തം പ്രിയമാണെന്ന് പറഞ്ഞു. എപ്രകാരമുള്ളത്? ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ സ്നേഹിക്കുന്നവനായിരിക്കണം. അവരെ മാനിക്കുന്നവനുമായിരിക്കണം. ഇതേപോലെ ആരെങ്കിലും നമ്മളെ മാനിച്ചാലും അപമാനിച്ചാലും അവരോട് തുല്യഭാവത്തിൽ പെരുമാറുന്നവനായിരിക്കണം. സുഖദുഃഖങ്ങളിൽ ഒരേ ഭാവത്തിൽ വർത്തിക്കുന്നവനും ശീതോഷ്ണാദികളെ ദ്വന്ദ്വഭാവത്തെ, ചൂട് തണുപ്പ്, ധർമ്മ അധർമ്മം, സുഖം ദുഃഖം, ലാഭം നഷ്ടം, ജയം പരാജയം, ജനനം മരണം, ഇങ്ങനെ ദ്വന്ദ്വഭാവങ്ങൾ പ്രകടമാകുമ്പം അവിടെയൊക്കെ ഒരേ ഭാവത്തിൽ ഭാവഭേദം ഇല്ലാതെ കഴിയാൻ, പ്രകടമാകാൻ, ജീവിക്കാൻ സാധിക്കുന്നവനായിരിക്കണം. അതുപോലെ ഭാവഭേദം കൂടാതെ അതിനെയൊക്കെ സന്തോഷമോ ദുഃഖമോ ആയാലും വേണ്ടില്ല, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നവനായി. സുഖത്തെ എല്ലാവരും സ്നേഹിക്കും, ദുഃഖത്തെ കൂടെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ ഈ ക്ലേശങ്ങൾ വരുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കണം. ഞാൻ ഒരു ഭക്തനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാവിധ ക്ലേശങ്ങളും അവന് കൊടുക്കുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് വാമനാവതാരത്തിൽ വലിയ സാക്ഷി നിർത്തിക്കൊണ്ട് ബ്രഹ്മാവിന് പോലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പാഠമാക്കി എടുക്കണം. അപ്പം നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലം സുഖദുഃഖങ്ങളായിട്ട് നമ്മൾ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സുഖം അനുഭവിക്കണം, ദുഃഖം അല്ലെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദുഃഖം നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഭക്തിഭാവത്തിലേക്ക് വരുമ്പം ഈ പലർക്കും ഈ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഇത് ഈ ശാസ്ത്രം ശരിക്കും പഠിക്കാത്തവർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈശ്വര ഭജനമൊക്കെ ഇല്ലാതിരുന്നത് തുടങ്ങിക്കഴിയുമ്പം ഈ ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ സ്പീഡപ്പായിട്ട് കൂടുതൽ ക്ലേശങ്ങൾ വരും. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വിച്ചിട്ടാ നടക്കണം. ഗുരുവായൂരപ്പനെ കാണാൻ പോയാലും വേണ്ടില്ല, ഒരു വണ്ടി കൊണ്ട് പോയാൽ ആ വണ്ടി തന്നെ തിരിച്ചു വരണം തൊഴുതിട്ട്, വേഗം വരാൻ വേണ്ടിയിട്ടാണ് ധൃതി പിടിച്ചു പോകണം. അപ്പം എല്ലാം സ്പീഡപ്പാന്ന് തോന്നും. ലോകം അന്നും ഇന്നും ഒക്കെ ഒരേപോലെ 24 മണിക്കൂർ തന്നെയാണ്. അത് ചരിക്കുന്നതും സഞ്ചരിക്കുന്നതും ഒരേ, അതിന്റെ സഞ്ചാരപാത ഒന്ന് തന്നെയാണ്. അതിലൊന്നും ഒരു സ്പീഡും കൂടി ഇല്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എന്നിട്ട് ഒക്കെ ചുറ്റിട്ടാ കാര്യം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഈശ്വരന്റെ പ്രീതിയൊന്നും അങ്ങനെ ലഭിക്കില്ല. ബാക്കിയൊക്കെ ചിലപ്പോൾ സ്വിച്ചിട്ടാൽ ഒരു ഫാൻ കറങ്ങിയെന്നിരിക്കും, TV വർക്ക് ചെയ്തു എന്നിരിക്കും, AC വർക്ക് ചെയ്തു എന്നിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൃത്രിമത്വത്തിലുള്ള എല്ലാം ചിലപ്പോൾ സ്വിച്ചിട്ട കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ഈ സ്വിച്ചിട്ടാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ക്ലേശമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഭക്തിമാർഗത്തിൽ ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് ഈശ്വരന്റെ അനുഗ്രഹം വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ട് എടുക്കണം. അല്ലാതെ ഞാൻ ഈശ്വരനെ ഭജിക്കാൻ ഇത്രയൊക്കെ ഭജിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു എന്ന് പറഞ്ഞ് ഈശ്വരനോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുക. അപ്പൊ അതൊക്കെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്തരത്തിൽ ഇഷ്ടാനിഷ്ട ലഭിക്കുമ്പോഴും ഒരേ ഭാവത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇഷ്ടമുള്ളത് കിട്ടുമ്പോഴും ഈ ശീതോഷ്ണങ്ങളിൽ ദ്വന്ദ്ഭാവം പ്രത്യക്ഷ പ്രകടഭാവമാണ്. ഈ ശീതോഷ്ണങ്ങളും സുഖദുഃഖങ്ങളും ജനനമരണങ്ങളും ഈ വരവും പോക്കും ഒക്കെ ലാഭനഷ്ടങ്ങളും ഒക്കെ ധർമാധർമ്മങ്ങളുടെ പ്രഭാവം കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളൊക്കെ പ്രകൃതിജന്യമാണ്. അതിനെയൊക്കെ സമഭാവത്തിൽ കാണാൻ ശ്രമിക്കണം. അതിനൊരു പക്വതയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവും. ഈ ഭക്തിമാർഗത്തിൽ ചരിക്കുമ്പോഴുള്ള ഗുണം തന്നെ ഒറ്റയടിക്ക് ഉണ്ടാവുകയല്ല. സ്വിച്ചിട്ടാ കാര്യം നടക്കുന്ന പോലെ അല്ല നമുക്ക് ഈ സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാകാം. അത് തന്നെ പ്രകൃതിയാ സംഭവിക്കും.
ഗുരുവായൂരപ്പനെ തൊഴാൻ പോയാൽ തന്നെ നീ നിന്റെ സ്വഭാവം മാറ്റിയിട്ട് വരൂ എന്നാ പറയണേ ഭഗവാൻ. തൊഴുതു മാറൂ എന്ന് കാവൽക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ കണ്ട് നിന്റെ സ്വഭാവം മാറ്റൂ. ഈ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാകണമെങ്കിൽ പുണ്യപാപങ്ങളെ ജയിച്ചു വരണം. അതിനുള്ള പക്വതയാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഭഗവാൻ പറയുന്നതും അത് തന്നെയാണല്ലോ. നിന്ദയിലും സ്തുതിയിലും മാനസികമായിട്ട് നമ്മൾ ഭക്തിമാർഗത്തിൽ ശരിക്കുമ്പോൾ തന്നെ ഭക്തിയുള്ളവർ തന്നെ ചിലർ നമ്മളെ നിന്ദിക്കും, ചിലർ സ്തുതിക്കും. പ്രഭാഷണം തന്നെ നടത്തുമ്പോൾ എനിക്ക് നല്ല അനുഭവമുണ്ട്. ചിലർ പറയും നന്നായി, ചിലർ പറയും അത് കഴിഞ്ഞ ഓണത്തെ പോലെ ആയില്ല. അപ്പൊ നമ്മൾ ഈ ഇത് ജനത്തിന്റെ സ്വഭാവമുള്ള എത്ര നല്ല കാര്യം ചെയ്താലും വേണ്ടില്ല രണ്ടഭിപ്രായം പറയാമെന്നാണ്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും നിന്ദിച്ചാലും വേണ്ടില്ല, ആരെങ്കിലും സ്തുതിച്ചാലും വേണ്ടില്ല, മാനസികമായിട്ട് തുല്യ ഭാവത്തോടെ നമുക്ക് വർത്തിക്കാൻ സാധിക്കണം. മൗനം യോഗ പരിശീലിക്കണം. അതായത് മൗനം കുറേശ്ശെ ശീലിച്ചാലേ നമുക്ക് ഇതുപോലെയൊക്കെ മിണ്ടാതെ പ്രതികരിക്കാതൊക്കെ ഇരിക്കാൻ സാധിക്കും. ഇതാണ് മൗനവ്രതത്തിന്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ എല്ലായിടത്തും കയറിയിട്ട് ഇന്റർഫെയർ ചെയ്തിട്ട് ഒന്നിനും പ്രതികരിക്കാൻ നിൽക്കരുത്. ആരെങ്കിലും സ്തുതിച്ചാലും വേണ്ടില്ല, ആരെങ്കിലും നമ്മളെ അപമാനിച്ചാലും വേണ്ടില്ല, ചീത്ത പറഞ്ഞാലും വേണ്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മൗനം ശീലിക്കാൻ പഠിക്കണമെങ്കിൽ മൗനയോഗം വ്രതമായിട്ട് അനുഷ്ഠിച്ചിരിക്കണം. അപ്പൊ കിട്ടിയത് കൊണ്ട് സസന്തോഷം തൃപ്തിയോടുകൂടി പ്രസന്നചിത്തനായിട്ട് കഴിയണം. ഒരു ആശ്രമത്തെ മാത്രം ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ കഴിയാത്തവന്, അതായത് ഒരിടത്ത് മാത്രം സ്ഥിരമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ. ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രയം. എവിടെ ആശ്രയം നൽകുന്നു അത് ആശ്രമം, എവിടെ നമുക്ക് വിശ്രമം കിട്ടുന്നോ അത് ആശ്രമം. അപ്പൊ എവിടെ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയാലും വേണ്ടില്ല, അവിടെ തന്നെ കിടന്ന് മരിക്കണം എന്നൊന്നും വാശി പിടിക്കണ്ട എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ആശ്രമത്തെ മാത്രം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ കഴിയാത്തവനും എന്നാൽ സ്ഥിരബുദ്ധിയോടുകൂടിയവനും ആകുന്നു. അങ്ങനെ എന്നാൽ ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കാത്തവനായിരിക്കണം, എന്നാൽ എന്നിൽ സ്ഥിരമായിട്ട് ഭക്തിയുള്ളവനായിരിക്കണം. എവിടെ പോയാലും വേണ്ടില്ല, ഭഗവാനെ വിടരുത്. നിങ്ങൾ ശരീരം കൊണ്ട് എവിടെ സഞ്ചരിച്ചാലും വേണ്ടില്ല, ഭഗവാനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചവരായിരിക്കും. സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം. എവിടെ ചെന്നാലും വേണ്ടില്ല, ഒരേ ഭാവത്തിൽ ഒരേ ഇതിൽ നിലനിൽക്കുന്നവനായിരിക്കണം. ഇപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ടവനാകും. മനുഷ്യൻ പ്രിയോ നരക എന്ന് പറഞ്ഞ ഇത് മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ്. ഭഗവാന്റെ പ്രീതം മനുഷ്യന് മാത്രമേ ലഭിക്കൂ. അവിടെ സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ എന്നൊന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യനാണോ സനാതനമായിരിക്കുന്ന മനുഷ്യ കുലധർമ്മമാണ് ഇവിടെ ഭക്തിയോഗം. അത് അനുസരിക്കുന്ന മനുഷ്യനെ ഭഗവാൻ ഏറ്റവും പ്രിയമാണെന്ന് പറഞ്ഞു. ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മയോഗത്തിൽ, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ. ഏതൊരു മനുഷ്യനുമാണോ എൻ്റെ ഈ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അനുസരിക്കുന്നത് അവന് പരലോകം എന്ന് പറഞ്ഞാൽ ഈ പരമപദം പ്രാപിക്കാൻ, അതായത് ഭഗവാനെ പ്രാപിക്കാനുള്ള അർഹതയുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ആരാണോ ഈശ്വരൻ്റെ ഈ പറയുന്ന വചനങ്ങളെ, ശാസ്ത്രത്തെ, ഭഗവാന്റെ അഭിപ്രായത്തെ മാനിക്കാതെ ഇരിക്കുന്നത്, അവന് ഈ ലോകവുമില്ല പരലോകവുമില്ല. അവന് ഈ ലോകത്തിലും ഇഹലോകത്തിലും വേണ്ട വിധത്തിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഇവിടെ സന്തോഷത്തോട് ജീവിക്കാൻ സാധിക്കാത്തവന് അനന്തരഗതിയും മോശമായിരിക്കും. അതാണ് ഇഹത്തിലും പരത്തിലും പ്രയോജനം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുകയാണ്, ശരീരത്തോടുകൂടി ഇപ്പം ഇരിക്കുന്നു. ഭഗവാന്റെ പ്രീതി നേടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജന്മ ലക്ഷ്യം പോലും അതായിരിക്കണം എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. അതേപോലെ ഭക്തിയോഗത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഏത് ധർമ്മ്യാമൃതമിതം യഥോക്തം പരിയുപാസതയെ ശ്രദ്ധദാന മത്പരമഭക്താസേം അതീവമേ പ്രിയ. ഈ മേൽ വിവരിച്ചിരിക്കുന്ന ധർമ്മമാർഗവും മോക്ഷ ഉപായവുമായിരിക്കുന്ന യോഗവിദ്യയെ ശ്രദ്ധയോടുകൂടി പരിശീലിക്കുന്നവരും ഞാൻ തന്നെയാണ് പരമമായ പ്രാപ്യസ്ഥാനമായ പരമാത്മാവ് എന്ന് ബോധ്യപ്പെടുന്നവനും അതനുസരിച്ച് പരബ്രഹ്മ ഉപാസന ചെയ്യുന്നവനും ആരാണോ അവൻ എൻ്റെ ഉത്തമനായ ഭക്തനും എനിക്ക് ഏറ്റവും അത്യന്തം പ്രിയപ്പെട്ടവനുമായിരിക്കും. ഇപ്രകാരം ഭഗവത്ഗീതയിൽ 8 ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുന്ന ഉപദേശങ്ങളാണ് പിന്നീട് ഭഗവാൻ കൃഷ്ണൻ
ഉത്തരഗീതയുടെ 41-ാമത്തെ ശ്ലോകത്തിലൂടെ കുരു ഇല്ലാത്ത മുന്തിരിപ്പഴം പോലെ എളുപ്പം കഴിക്കുവാനും ദഹിക്കുവാനും പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉത്തരഗീത 1-ാം അധ്യായത്തിൽ 49-ാമത്തെ ശ്ലോകത്തിലൂടെ ജീവന് സിദ്ധി ലഭിക്കുന്ന പ്രകാരത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിൽ 21-22 ശ്ലോകങ്ങളിലൂടെ ജീവാത്മാവിന് സിദ്ധി ലഭിക്കുന്ന വിധത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ 41-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഈ മുക്തിമാർഗത്തിന്, അല്ലെങ്കിൽ ജീവൻ ശരീരം വിട്ടുപോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കർമ്മദോഷങ്ങള് അല്ലെ പുണ്യങ്ങള് എവിടെയാ ജീവൻ പോയി ചേരുക, അതനുസരിച്ചുകൊണ്ട് ഈ പുണ്യപാപങ്ങളുടെ ഗതി എന്താവും എന്നൊക്കെ ചോദിക്കുന്നത്. അതിന് ഉത്തരമായിട്ടാണ് ഈ ഭക്തിയുടെ ശ്രേഷ്ഠതയെ ഭഗവാൻ പറയുന്നത്. ധർമാർത്ഥങ്ങളെല്ലാം മനസ്സിലാണ് ചെയ്യുന്നതെന്നും അതിനെയൊക്കെ മനസ്സിലൂടെ തന്നെ ലയിപ്പിക്കാനും സാധിക്കും. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഞാൻ തന്നെയാണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് പുണ്യം ഉണ്ടായാലും പാപം ഉണ്ടായാലും വേണ്ടില്ല, അതൊക്കെ മനസ്സാണ് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സിനെ ശുദ്ധമാക്കിയാലോ ഇതൊക്കെ ശുദ്ധമായി തീരും. പാപരാഹിത്യം വരുമ്പോഴേ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ. അതാണ് ശ്രേഷ്ഠത. അപ്പോഴാണ് ഈ ഭക്തിയോഗം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറുകയും ചെയ്യുക. അതാണ് ഇവിടെ ഈ 8 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ തന്നെ ഗീതയിൽ അല്ലെങ്കിൽ പാപരാഹിത്യം, പുണ്യവും പാപവും ഇല്ലാതെ വരുന്ന അവസ്ഥയിലാണ് അചഞ്ചലമായ ഈ പറയുന്നതിൽ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കൂ. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു യോഗ്യത 8 ശ്ലോകത്തിൽ പറഞ്ഞ ഈ ഭക്തന്റെ ലക്ഷണങ്ങള് നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. ഉള്ളതിനെ പോഷിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട്, ഗുരുവായൂരപ്പൻ പറഞ്ഞ പോലെ സ്വഭാവം മാറ്റിയിട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവനായിട്ട് സാധിക്കണം. ഭഗവാന്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറണം ഒരു മനുഷ്യജന്മത്തിൽ. അത് സാധിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതനുസരിക്കണം. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസത്തെ ശ്രദ്ധദാനാമത് പരമഭക്താസ്തേ അതീവമേ പ്രിയ എന്ന് പറഞ്ഞു. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.